ഹായ് ഹലോ സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കപ്പോൾ ലെറ്റ്സ് ആസസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്വാണ്ടിറ്റീസ് ഹാസ് ദ സെയിം യൂണിറ്റ് ആസ് ദാറ്റ് ഓഫ് വർക്ക്? താഴെ തന്നിരിക്കുന്നവയിൽ വർക്കിൻ്റെ സെയിം യൂണിറ്റ് ആയിട്ട് ഉപയോഗിക്കാവുന്നത് ഏതിനാണെന്ന്? പവർ ആണോ, എനർജി ആണോ, ഫോഴ്സ് ആണോ, ഡിസ്പ്ലേസ്മെൻ്റ് ആണോ? ഇതിൻ്റെ ആൻസർ വരുന്നത് ഏതായിരിക്കും? എനർജിയാണ് അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ആർ സ്കെയിലാർ ക്വാണ്ടിറ്റീസ്? തന്നിരിക്കുന്നവയിൽ സ്കെയിലാർ ക്വാണ്ടിറ്റിയുടെ പെയർ ഏതൊക്കെയാണെന്ന്. നമുക്കിതിൻ്റെ ആൻസർ ഏത് പറയാം? ടൈം ആൻഡ് എനർജി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ യൂണിറ്റ് ഓഫ് പവർ ഇൻ ടേംസ് ഓഫ് ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് മീറ്റർ, കിലോഗ്രാം ആൻഡ് സെക്കൻഡ്? അതായത് താഴെ തന്നിരിക്കുന്ന ആ യൂണിറ്റുകളിൽ നിന്നും നമ്മൾ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സുകളായിട്ട് ഉപയോഗിക്കുന്ന മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് ഇവ ഉപയോഗിച്ചിട്ട് പവറിൻ്റെ യൂണിറ്റ് എഴുതി കഴിഞ്ഞാൽ ഏതായിരിക്കും ശരിയെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. ഇതിൻ്റെ ആൻസർ വരുന്നത് കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ക്യൂബാണ് വരുന്നത് കേട്ടോ. ജസ്റ്റ് നമുക്കൊന്ന് എഴുതി നോക്കാം. നമ്മൾ വെറുതെ ആൻസർ ചെയ്ത് പോയിട്ട് കാര്യമല്ലോ, എക്സാമിന് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടണ്ടേ എഴുതാൻ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. പവർ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇക്വേഷൻ എന്താ? വർക്ക് ബൈ ടൈം ആണ് അല്ലേ? വർക്കിൻ്റെ ഇക്വേഷൻ എന്താ? mgh ആണ്. ഇനി നമുക്ക് അതിൻ്റെ യൂണിറ്റുകൾ നോക്കാം. മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, ജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, എച്ചിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്, ടൈമിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. ഈ എല്ലാ വാല്യൂസും നമുക്ക് ആ ഇക്വേഷനിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് പവർ എന്ന് പറയുന്ന ഇക്വേഷനിൽ വർക്കിൻ്റെ ഇക്വേഷനാണ് mgh ബൈ ടൈം അല്ലേ? അപ്പോൾ എമ്മിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം, ജിയുടെ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, എച്ചിൻ്റെ മീറ്റർ ഡിവൈഡഡ് ബൈ ടൈമിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ്, എസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. കിലോഗ്രാം ഇൻറ്റു എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എം സ്ക്വയർ ഡിവൈഡ് ബൈ എസ് സ്ക്വയർ ഓൾറെഡി അവിടെ ഉണ്ട്. ഇനി ഓൾ ഡിവൈഡ് ബൈ എസ് ഉണ്ട്, അതെന്ത് വരും? മുകളിലേക്ക് വരുമ്പോൾ ഡിവിഷൻ ആയിട്ടുള്ളത് എന്താ? 1/s എന്ന് പറഞ്ഞു വരും അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ക്യൂബ്. അങ്ങനെ കിട്ടും ആൻസർ കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒരുമിച്ച് കാണിച്ചു തരാം. ഇത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് പകർത്തിയെടുക്കുക. എൻ്റെ വോയിസും കൂടി കേട്ടിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ചോദിക്കുക, വീണ്ടും പറഞ്ഞുതരാം. എക്സാമിന് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എൻ ഓബ്ജക്റ്റ് ഓഫ് മാസ് 2.4 കിലോഗ്രാം ഈസ് കെപ്റ്റ് ഓൺ എ ലെവൽ സർഫസ്. അതായത് ഒരു 2.4 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു ഒരു നിരപ്പായ ഒരു പ്രതലത്തിൽ ഇരിക്കുകയാണ്. ഓൺ അപ്ലൈയിങ് എ ഫോഴ്സ് ഓഫ് 50 ന്യൂട്ടൺ ദ ഒബ്ജക്റ്റ് മൂവ്സ് 8 മീറ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അപ്പോൾ ഈ ഒരു വസ്തുവിലേക്ക് 50 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ആ അപ്ലൈ ചെയ്ത ആ ഡയറക്ഷനിലേക്ക് 8 മീറ്റർ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായെന്നാണ് പറയുന്നത്. കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ. അപ്പോൾ ഇവിടെ ഉണ്ടായ വർക്ക് ഡണിൻ്റെ അളവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ചെയ്യാം. തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ നമുക്ക് എഴുതാം. മാസ് m is equal to 2.4 കിലോഗ്രാം, ഫോഴ്സ് F is equal to 50 ന്യൂട്ടൺ, ഡിസ്പ്ലേസ്മെൻറ്റ് S is equal to 8 മീറ്റർ, വർക്ക് ഡൺ W is equal to F into S. F എന്ന് പറഞ്ഞാൽ 50 ഇൻറ്റു S എന്ന് പറഞ്ഞാൽ 8. അപ്പോൾ 50 ഇൻറ്റു 8 400 ജൂൾ ആയിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫിഗർ ഡെപിക്ട്സ് എ ബോഡി ഓഫ് മാസ് 20 കിലോഗ്രാം ലിഫ്റ്റഡ് ടു എ ഹൈറ്റ് 5 മീറ്റർ യൂസിങ് എ പുള്ളി. ഇവിടെ ഒരു പുള്ളി ഉപയോഗിച്ചിട്ട് 20 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 5 മീറ്റർ ഉയരത്തിലേക്ക് ലിഫ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പിക്ചറാണ് തന്നിരിക്കുന്നത്. ഇഫ് ദ വർക്ക് ഡൺ ഈസ് 1020 ജൂൾ. ഇവിടെ ചെയ്ത ആ ഒരു വർക്കിൻ്റെ അളവ് എന്ന് പറയുന്നത് 1020 ജൂളാണ്. താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യനുകൾക്ക് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി തന്നിട്ടുണ്ട് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഹിയർ ഇഫ് ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഓഫ് ദ പുള്ളി ഈസ് നോട്ട് കൺസിഡേർഡ്? ഇവിടെ ആ പുള്ളിയുടെ ആ ഒരു ഫ്രിക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ ഇവിടെ ചെയ്ത വർക്ക് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വർക്ക് ഡൺ എത്രയായിരിക്കും എന്ന് ചെയ്ത് നോക്കാം. തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ നമുക്ക് നോക്കാം. മാസ് ഇസ് ഈക്വൽ ടു 20 കിലോഗ്രാം, ഹൈറ്റ് ഇസ് ഈക്വൽ ടു 5 മീറ്റർ, വർക്ക് ഡൺ 1020 ജൂൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ വർക്ക് ഡൺ കണ്ടുപിടിക്കണം. W ഇസ് ഈക്വൽ ടു mgh, FS വെച്ച് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ 20 ഇൻറ്റു 10 ഇൻറ്റു 5 ദാറ്റ് ഇസ് ഈക്വൽ ടു 1000 ജൂൾ എന്ന് കിട്ടും. FS എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അതായത് നമുക്ക് വസ്തുവിനെ പിടിച്ച് ഉയർത്തണമെങ്കിൽ അതിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് വസ്തുവിൻ്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. ഇവിടെ വസ്തുവിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 20 ഇൻറ്റു 10 200 ആയിരിക്കും. അതായത് ആ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കൂടി അതിലേക്ക് വരും. അപ്പോൾ 20 ഇൻറ്റു 10 200 വരും.
പിന്നെ നമുക്ക് എസ് എന്ന് പറയുന്നത് 5 ആയിട്ട് എടുക്കാം. വർക്ക് ഡൺ W = 20 × 10 × 5 1000 ജൂൾ എന്ന് കിട്ടും. ഇനി ബി ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ടോട്ടൽ വർക്ക് ഡണിൽ നിന്നും വർക്ക് ഡൺ ടു ലിഫ്റ്റ് വിത്തൗട്ട് ഫ്രിക്ഷൻ മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് 1020 നിന്നും നമ്മളിപ്പോൾ കണ്ടുപിടിച്ച 1000 മൈനസ് ചെയ്യുമ്പോൾ 20 ജൂളായിരിക്കും വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഫ്രിക്ഷൻ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. An electric motor pumps 186.5 kg of water into a tank at a height of 8 meter in 10 seconds. G is equal to 10 meter per second square. Calculate the പവർ ഓഫ് ദ മോട്ടർ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഇലക്ട്രിക് മോട്ടർ 10 സെക്കൻഡ് വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് 8 മീറ്റർ ഉയരമുള്ള ഒരു ടാങ്കിലേക്ക് 186.5 കിലോഗ്രാം വാട്ടർ പമ്പ് ചെയ്ത് എത്തിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ മോട്ടറിൻ്റെ പവർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ നമുക്ക് എഴുതാം. M is equal to 186.5 കിലോഗ്രാം, H is equal to 8 മീറ്റർ, T is equal to 10 സെക്കൻഡ്. പവർ കാണുന്ന ഇക്വേഷൻ W/T ആണ്. അപ്പോൾ നമുക്കിവിടെ WmGH ആണ്. അപ്പോൾ നമുക്ക് M എന്ന് പറഞ്ഞാൽ 186.5 × 10 × 8. അപ്പോൾ എന്ത് വരും? 14920 ജൂളാണ് വർക്ക് ഡൺ കിട്ടുന്നത്. ഇനി പവർ is equal to W/Tയിൽ നമുക്ക് W നമ്മൾ 14920 എഴുതാം. T എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ മുകളിലത്തെ ഒരു സീറോയും താഴത്തെ സീറോയും ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ 1492 വാട്ടാണ് പവർ കിട്ടുന്നത്. ബി ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എക്സ്പ്രസ് ദിസ് ഇൻ ഹോഴ്സ് പവർ. ഇതിനെ ഹോഴ്സ് പവറിലേക്ക് എക്സ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാനോ പറഞ്ഞിരിക്കുന്നത്. 1 ഹോഴ്സ് പവർ is equal to 746 വാട്ടാണ്. അപ്പോൾ നമുക്ക് 1492 വാട്ടിനെ ഹോഴ്സ് പവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1492 ഡിവൈഡഡ് ബൈ 746 ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് ആൻസർ 2 കിട്ടും. അപ്പോൾ 2 HP ആണ് ഇതിൻ്റെ ഹോഴ്സ് പവർ എന്ന് പറയുന്നത് മോട്ടറിൻ്റെ. സി ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മച്ച് ടൈം വിൽ ഇറ്റ് ടേക്ക് ടു ഫിൽ ദ സെയിം ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇഫ് ദ പവർ ഓഫ് ദ മോട്ടർ ഈസ് ഹാവ്ഡ്. മോട്ടറിൻ്റെ പവർ പകുതിയാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സെയിം ക്വാണ്ടിറ്റി വെള്ളം ടാങ്കിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കുന്നു? അതിൻ്റെ ആൻസർ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ടോട്ടൽ പവർ എന്ന് പറയുന്നത് 1492 വാട്ടാണ്. ന്യൂ പവർ അതായത് പവർ പകുതിയാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് 746 വാട്ടാണ്. പവർ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈമാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സമയമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ നമ്മൾ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ടൈം is equal to വർക്ക് ബൈ പവർ എന്ന് വരും. അപ്പോൾ നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് 14920 ആണ്. ഡിവൈഡഡ് ബൈ പവർ എന്ന് പറയുന്നത് 746 ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് 20 സെക്കൻഡ് എന്ന് കിട്ടും. അതായത് ഫുൾ ടാങ്ക് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ 10 സെക്കൻഡ് എടുത്തിരുന്നത് ഇപ്പോൾ പവർ പകുതിയാക്കിയപ്പോൾ ഇരട്ടി സമയമെടുക്കും അല്ലേ? 10 സെക്കൻഡ് എന്നുള്ളത് 20 സെക്കൻഡായി. 7ാമത്തെ ക്വസ്റ്റ്യൻ. ദ മാസ് ഓഫ് എ ബോഡി ഈസ് 4 കിലോഗ്രാം. വെൻ എ കണ്ടിന്യൂസ് ഫോഴ്സ് ഓഫ് 3 Newton ഈസ് അപ്ലൈഡ് ടു ദിസ് ഒബ്ജക്റ്റ് ടുവേഴ്സ് ദ ഈസ്റ്റ് ദർ ഈസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് 6 മീറ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു 4 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 Newton ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്പോൾ ഇത് ഈസ്റ്റ് ഡയറക്ഷനിലേക്കാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ ആ ഡയറക്ഷനിലേക്ക് തന്നെ വസ്തുവിന് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി. 6 മീറ്റർ ഡിസ്റ്റൻസിൽ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി. അതാണ് ഫസ്റ്റത്തെ സെക്ഷൻ പറഞ്ഞിരിക്കുന്നത്. ദെൻ ദ സെയിം ഫോഴ്സ് 3 Newton ഈസ് കണ്ടിന്യൂസ്ലി അപ്ലൈഡ് ടുവേർഡ്സ് സൗത്ത് ആൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 5 മീറ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദിസ് ഫോഴ്സ്. അപ്പോൾ നമ്മൾ കിഴക്ക് ഭാഗത്തേക്ക് തള്ളിയപ്പോൾ ആ വസ്തു കിഴക്ക് ഭാഗത്തേക്ക് പോയി. ഈ സെയിം വസ്തുവിൽ തന്നെ ഒരു 3 Newton ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. അത് ഏത് ഡയറക്ഷനിലേക്ക് നീങ്ങാൻ വേണ്ടിയിട്ടാണ്? സൗത്തിലേക്ക് നീങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്പോൾ ആ വസ്തു സൗത്തിലേക്ക് ഒരു 5 മീറ്റർ നീങ്ങി. അത്രയും ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായെന്നാണ് പറയുന്നത്. കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ വെൻ ദ ഒബ്ജക്റ്റ് ഈസ് മൂവ്ഡ് ടുവേർഡ്സ് സൗത്ത്. അപ്പോൾ ആ വസ്തു സൗത്തിലേക്ക് മൂവ് ചെയ്തപ്പോൾ ചെയ്ത വർക്കിൻ്റെ അളവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫോഴ്സ് വന്നിരിക്കുന്നു 3 Newton, എസ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ വർക്ക് is equal to F × S, അതായത് 3 × 5 15 ജൂള്. ഇതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ ടോട്ടൽ വർക്ക് ഡൺ ഓൺ ദ ഒബ്ജക്റ്റ്. അപ്പോൾ ഈ ഒബ്ജക്റ്റിൻ്റെ ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് സൗത്തിലേക്കുള്ളതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈസ്റ്റിലേക്കുള്ളത് കൂടി കണ്ടുപിടിക്കണം. എന്നാലേ ടോട്ടൽ വർക്ക് ഡൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈസ്റ്റിലെ കണ്ടുപിടിക്കാം. ഫോഴ്സ് എന്ന് പറയുന്നത് 3 Newton തന്നെയാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എസ് എന്ന് പറയുന്നത് 6 മീറ്റർ. അപ്പോൾ വർക്ക് is equal to F × S 3 × 6 18 ജൂൾ.
ടോട്ടൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 15 + 18 ഇസ് ഈക്വൽ ടു 33 ജൂളാണ് ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് its potential energy and kinetic energy will change. Which of the following is the correct graph related to kinetic energy? Justify your answer. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു വസ്തുവിനെ നേരെ മുകളിലേക്ക് എറിയാണ്. നേരെ മുകളിലേക്ക് എറിയുന്ന സമയത്ത് ആ ഒരു വസ്തുവിൻ്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും മാറ്റം വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൈനറ്റിക് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള ഗ്രാഫ് ഏതാണെന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഫിഗർ എ ആണ്. നമുക്കിതിൻ്റെ കാരണം കൂടി നോക്കാം. ആസ് ദ ഒബ്ജക്റ്റ് മൂവ്സ് അപ്വേർഡ്സ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഡസ് വർക്ക് അഗെയിൻസ്റ്റ് ദ അപ്വേർഡ് മോഷൻ റെഡ്യൂസിങ് ഇറ്റ്സ് സ്പീഡ്. നമ്മൾ ഒരു വസ്തുവിനെ മുകളിലേക്ക് എറിയുന്ന സമയത്ത് നമ്മൾ അതിന്മേൽ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് എതിരായിട്ടാണ് ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വസ്തുവിൻ്റെ സ്പീഡ് മുകളിലേക്ക് പോകുന്തോറും കുറഞ്ഞു വരും. ആസ് ദ സ്പീഡ് ഡിക്രീസസ് ഇറ്റ്സ് കൈനറ്റിക് എനർജി ഗ്രാജുവലി ഡിക്രീസസ് വെൻ ഇറ്റ് റീച്ചസ് ദ മാക്സിമം ഹൈറ്റ്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് പോകുന്നതോറും സ്പീഡ് കുറയുന്നത് കൊണ്ട് ഇതിൻ്റെ കൈനറ്റിക് എനർജി മാക്സിമം ഹൈറ്റിലേക്ക് എത്തുന്ന സമയത്ത് കുറയാണ് ചെയ്യുന്നത്. അറ്റ് ദ മാക്സിമം ഹൈറ്റ് ദ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി 0 ആയിട്ട് മാറും. ഇതാണ് ഇതിൻ്റെ കാരണം വരുന്നത് കേട്ടോ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. ദ വിക്രം ലാൻഡർ മൊഡ്യൂൾ ഓഫ് ചന്ദ്രയാൻ 3 ഹാസ് എ മാസ് ഓഫ് 1752 കിലോഗ്രാം. What will be its potential energy when it reaches a height of 100 meter from the lunar surface? ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ മൂൺ ഈസ് 1.6 m/s². ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചന്ദ്രയാൻ 3 വിക്രം എന്ന ലാൻഡറിൻ്റെ മൊഡ്യൂളിന് 1752 കിലോഗ്രാം മാസ് ഉണ്ടെന്ന്. ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ആ മൂണിൻ്റെ ഉപരിതലത്തിൽ നിന്ന് 100 മീറ്റർ ഉയരത്തിലെത്തിയ അവസരത്തിൽ അതിൻ്റെ കൈനറ്റിക് എനർജി എത്രയായിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ അവിടെ അവിടുത്തെ ജിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 1.6. മൂണിലുള്ള ജിയുടെ വാല്യൂ ആണ് 1.6. അപ്പോൾ അതിൻ്റെ ആൻസർ ചെയ്യാം. ഇവിടെ എമ്മിൻ്റെ വാല്യൂ വന്നേക്കുന്നത് 1752 കിലോഗ്രാം. ജിയുടെ വാല്യൂ തന്നിരിക്കുന്നു 1.6 m/s². എച്ച് എന്ന് പറയുന്നത് 100 മീറ്റർ. പൊട്ടൻഷ്യൽ എനർജി പി ഈസ് ഈക്വൽ ടു mgh. അപ്പോൾ നമുക്ക് എം എന്ന് പറയുന്നത് 1752 ഇൻറ്റു 1.6 ഇൻറ്റു 100 ഇതെല്ലാം കൂടി ഗുണിക്കുമ്പോൾ നമുക്ക് 2,80,320 ജൂൾ കിട്ടും. പോയിന്റ് വെച്ച് ഗുണിക്കാൻ അറിയാത്തവർ പോയിന്റ് സ്ഥാനം മാറ്റിയതിന് ശേഷം സംഖ്യകൾ മാത്രം ഗുണിക്കുക. അതിന് ശേഷം ആൻസറിലേക്ക് വരുമ്പോൾ എത്ര സ്ഥാനം നിൽക്കിയിട്ടാണോ പോയിന്റ് ഉള്ളത് അതനുസരിച്ച് ചെയ്താൽ മതി. ബി ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ സെയിം വിക്രം മൊഡ്യൂൾ ഈസ് ലൊക്കേറ്റഡ് അറ്റ് എ ഹൈറ്റ് 100 മീറ്റർ ഫ്രം ദ എർത്ത് സർഫസ് ദെൻ വാട്ട് വിൽ ബി ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി? ഇവിടെ ജിയുടെ വാല്യൂ 10 m/s². ഈ സെയിം വിക്രം മൊഡ്യൂൾ തന്നെ ഭൂമിയുടെ സർഫസിലേക്ക് വന്നു 100 മീറ്റർ ഉയരത്തിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മാസിലും ഹൈറ്റിലൊന്നും ഡിഫറൻസ് ഒന്നുമില്ല. ജിയുടെ വാല്യൂവിൽ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ. ഇവിടെ ജി എന്ന് പറയുന്നത് 10 m/s², എം 1752, എച്ച് 100. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി mgh ഇസ് ഈക്വൽ ടു 1752 ഇൻറ്റു 10 ഇൻറ്റു 100. ഞാൻ 100 എഴുതിയത് 1000 ആയിപ്പോയിട്ടാ, ഒരു ആവേശം കൊണ്ട് എഴുതിപ്പോയതാണ്. നിങ്ങൾ തെറ്റായിട്ട് എഴുതിയേക്കല്ലേ, അവിടെ 100 തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 1752 ഒരു 3 0, 10 ഒരു 0, 100 2 0 ചേരുമ്പോൾ എത്ര വരും ആൻസർ? 17,52,000 ജൂൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ പേഴ്സൺ ഓഫ് മാസ് 80 കിലോഗ്രാം ഈസ് സ്റ്റാൻഡിങ് ഓൺ എ സസ്പെൻഡഡ് പ്ലാറ്റ്ഫോം ഓഫ് മാസ് 170 കിലോഗ്രാം ടു പെയിൻറ്റ് ദ ഔട്ടർ വാൾ ഓഫ് എ ഫ്ലാറ്റ്. അതായത് ഒരു ഫ്ലാറ്റിൻ്റെ പുറം ചുവര് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു 80 കിലോഗ്രാം മാസുള്ള ഒരു വ്യക്തി ഒരു 170 കിലോഗ്രാം മാസുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കുകയാണ്. The quantity of work done by the motor to raise him and platform to this height is 150 kilojoule. How high is the platform? അപ്പോൾ ഇവിടെ ആ പ്ലാറ്റ്ഫോമിനെയും ആ വ്യക്തിയെയും മുകളിലെത്തിക്കാൻ വേണ്ടിയിട്ട് മോട്ടർ ചെയ്ത വർക്കിൻ്റെ അളവ് എന്ന് പറയുന്നത് 150 കിലോ ജൂളാണ്. എങ്കിൽ പ്ലാറ്റ്ഫോം എത്ര ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ജിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 10 m/s². തന്നിരിക്കുന്ന വാല്യൂസൊക്കെ നമുക്കൊന്ന് എഴുതാം. മാസ് ഓഫ് പേഴ്സൺ 80 കിലോഗ്രാം, മാസ് ഓഫ് സസ്പെൻഡഡ് പ്ലാറ്റ്ഫോം 170 കിലോഗ്രാം. ഇവിടെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് രണ്ടിൻ്റെയും കൂടിയിട്ട് ഉള്ള മാസാണ് 170 + 80 250 കിലോഗ്രാം.
വർക്ക് തന്നിട്ടുണ്ട് 150 കിലോ ജൂള്. അപ്പോൾ കിലോ ജൂൾ ആയതുകൊണ്ട് കിലോ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻറ്റു 1000 ചെയ്യണം. അപ്പോൾ നമുക്ക് 150 ഇൻറ്റു 1000, അപ്പോൾ 3 സീറോയും കൂടി ആഡ് ചെയ്യും കേട്ടോ. 1,50,000 കിട്ടും. നമ്മുടെ W കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് mgh ആണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്നും ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ h = W/mg എന്ന് വരും. W എന്ന് പറയുന്നത് എത്രയാണ്? 1,50,000 ഡിവൈഡഡ് ബൈ 250 ആണ്. g എന്ന് പറഞ്ഞാൽ 10. അപ്പോൾ നമുക്ക് 10ൽ ഒരു സീറോ ക്യാൻസൽ ചെയ്യാം. അതുപോലെ തന്നെ മുകളിൽ നിന്ന് ഒരു സീറോ, 250 ഒരു സീറോ, മുകളിൽ നിന്ന് ഒരു സീറോ. അപ്പോൾ നമുക്ക് വരുന്നത് 1500 ഡിവൈഡഡ് ബൈ 25. ആൻസർ കിട്ടുന്നത് 60 മീറ്റർ ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The figure shows 2 cars of the same mass and a lorry of double the mass moving along a straight road. Observe the figure and answer the following questions. Will the kinetic energy of both the cars be the same? Justify your answer. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെയിം മാസ്സുള്ള 2 കാറും അതിൻ്റെ ഇരട്ടി മാസ്സുള്ള ഒരു ലോറിയും സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാറുകളുടെ കൈനറ്റിക് എനർജി ഒരേപോലെ ആയിരിക്കുമോ എന്ന് ചോദിച്ചിരിക്കുന്നത്. കാറുകളുടെ മാസ് സെയിം ആണെന്ന് കരുതി കൈനറ്റിക് എനർജി തുല്യമായിരിക്കുമോ? ഒരിക്കലും ഇല്ല. നമുക്ക് കൈനറ്റിക് എനർജി കാണുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ½ ആണ്. ഇവിടെ വിയുടെ വാല്യൂ എന്ന് പറയുന്നത് രണ്ടിലും ഡിഫറൻ്റ് ആയിട്ടായിരിക്കും വരാം അല്ലേ? അതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജിയും ഡിഫറൻ്റ് ആയിരിക്കും. ആൻസർ നമുക്ക് നോക്കാം. വി നോ ദാറ്റ് കൈനറ്റിക് എനർജി = ½ ഹിയർ ബോത്ത് കാർസ് ഹാവ് സെയിം മാസ് ബട്ട് ദേ ആർ മൂവിങ് വിത്ത് ഡിഫറെൻറ്റ് വെലോസിറ്റീസ്, സോ ദേ വിൽ ഹാവ് ഡിഫറെൻറ്റ് കൈനറ്റിക് എനർജി. ബി ക്വസ്റ്റ്യൻ നോക്കാം. ഈസ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ ലോറി ആൻഡ് ദ കാർ ഇൻ ഫ്രണ്ട് ഓഫ് ദി സെയിം? വൈ? ഇനിയിവിടെ പറയുന്നത് എന്താ? ലോറിയുടെയും ഫ്രണ്ടിലുള്ള കാറിൻ്റെയും കൈനറ്റിക് എനർജി തുല്യമാണോ? എന്തുകൊണ്ടെന്നും. തുല്യമായിരിക്കുമോ? തുല്യമായിരിക്കില്ല. ബിക്കോസ് ദ ലോറി ആൻഡ് കാർ ഹാവ് ഡിഫറെൻറ്റ് മാസസ്. അതായത് കാറിൻ്റെയും ലോറിയുടെയും മാസുകൾ തമ്മിൽ ഡിഫറെൻ്റ് ആണ്. സി ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ കാർ അറ്റ് ദ ബാക്ക് ഇഫ് ഇറ്റ്സ് മാസ് ഈസ് 1800 കിലോഗ്രാം. അതായത് പുറകിലുള്ള കാറിൻ്റെ മാസം എന്ന് പറയുന്നത് 1800 കിലോഗ്രാം ആണെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മാസ് എന്ന് പറയുന്നത് 1800, വി എന്ന് പറയുന്നത് 20 ആണ് തന്നിരിക്കുന്നത്. ദെൻ കൈനറ്റിക് എനർജി = ½ ഹാഫ് ഇൻറ്റു എം എന്ന് പറഞ്ഞാൽ 1800 ഇൻറ്റു v², 20 ഇൻറ്റു 20. 20ൽ 2 10 പ്രാവശ്യം. അപ്പോൾ നമുക്കിത് ഗുണിക്കുമ്പോൾ 36, ഒരു 4 0. അത് കഴിഞ്ഞിട്ട് ജൂൾ ചെയ്താൽ കേട്ടോ. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അനലൈസ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. എ ഇൻഡിക്കേറ്റ് ദ ടോപ്പ് മോസ്റ്റ് പൊസിഷൻ ഓഫ് എ ബിൽഡിംഗ്. ഇവിടെ എ എന്ന് പറയുന്നത് ഒരു കെട്ടിടത്തിൻ്റെ ഏറ്റവും ഉയരത്തിലുള്ള ഒരു സ്ഥാനമാണ്. ദ 3 സ്റ്റേജസ് ഓഫ് എ ബോൾ വിച്ച് ഈസ് അറ്റ് റെസ്റ്റ് ഫോളിംഗ് ഫ്രീലി ഫ്രം എ ആർ ഡെപിക്റ്റഡ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പന്ത് എയിൽ നിന്നും ഫ്രീ ആയിട്ട് താഴേക്ക് പതിക്കുന്നതിൻ്റെ 3 ഘട്ടങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനുകൾ നോക്കാം. വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി അറ്റ് എ? എയിലെ കൈനറ്റിക് എനർജി എത്രയാണെന്ന്. എയിൽ കൈനറ്റിക് എനർജി ഉണ്ടോ? ബോളോടെ നിശ്ചലാവസ്ഥയിലാണ്. അപ്പോൾ കൈനറ്റിക് എനർജി 0. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ? എയിലെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്ന്. എയിലെ പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും? 20 ആയിരിക്കും അല്ലേ? 20 ജൂളാണ്. 20 ജൂൾ എങ്ങനെ കിട്ടി? നമുക്ക് ബിയിലേക്ക് നോക്കുമ്പോൾ അവിടെ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും കൊടുത്തിട്ടുണ്ട് അല്ലേ? ബിയിൽ പൊട്ടൻഷ്യൽ എനർജി 12 തന്നിട്ടുണ്ട്, കൈനറ്റിക് എനർജി 8 തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ആകെ എനർജി എന്ന് പറയുന്നത് 20 ആണ്. ഒരിക്കലും എനർജി ഒരു രൂപത്തിൽ നിന്ന് മറ്റു രൂപത്തിലേക്ക് മാറുമ്പോൾ ആകെ എനർജിയിൽ മാറ്റമൊന്നും വരണില്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ബോളിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എ എന്ന് പറയുന്ന പൊസിഷനിൽ 20 ജൂളാണെന്ന് മനസ്സിലാക്കാം. ഇനി സി ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ ടോട്ടൽ എനർജി അറ്റ് എ? അപ്പോൾ എ എന്ന് പറയുന്ന ആ പോയിന്റിലെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 20 ജൂളായിരിക്കും. ഇനി നമുക്ക് ഡി ക്വസ്റ്റ്യനിലേക്ക് വരാം. വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി അറ്റ് സി? സിയിലെ കൈനറ്റിക് എനർജി എത്രയാണെന്ന്. സിയിലെ കൈനറ്റിക് എനർജി എത്ര വരും? 20 ജൂളാണ് വരുന്നത് അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി അറ്റ് സി? സിയിലെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? സിയിലെ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെയാണ്? 0 ആയിരിക്കും അല്ലേ? ചലിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന പന്ത് മുകളിലേക്ക് ടച്ച് ചെയ്യുന്നതിന് മുമ്പാണ് സിയിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 0, കൈനറ്റിക് എനർജി 20 വരും. ടോട്ടൽ എനർജി അറ്റ് സി, അപ്പോൾ സിയിലെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് 20 ജൂളാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ചേഞ്ച് ഇൻ എനർജി ഹാസ് ടേക്കൺ പ്ലേസ് ആസ് ദ ബോൾ ഫോൾസ്?
ഇവിടെ പറയുന്നത് എന്താ, വാട്ട് ഈസ് ദ ടോട്ടൽ എനർജി. ഇവിടെ പന്ത് താഴേക്ക് വീഴുന്ന സമയത്ത് എനർജിയുടെ ആ ഒരു അളവിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. എന്ത് മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്? പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ബോൾ ഈസ് കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി. അതായത് അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ചിട്ട് നമുക്ക് പറയാം ടോട്ടൽ എനർജി റിമെയിൻസ് കോൺസ്റ്റന്റ് ആണെന്ന് പറയാം. പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നു എന്ന് പറയാം. ഓക്കെ. 13ാമത്തെ ക്വസ്റ്റ്യൻ, യൂസിങ് എ കൺവെയർ ബെൽറ്റ് ദാറ്റ് ട്രാൻസ്പോർട്ട്സ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ടു ദ ടോപ്പ് ഓഫ് എ ബിൽഡിങ്സ്. ഒരു ബിൽഡിങ്ങിൻ്റെ ടോപ്പിലേക്ക് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കൺവെയർ ബെൽറ്റ് ഉപയോഗിക്കുകയാണ്. 5 sacks of cement of mass 50 kg each are brought to a height of 8 meter in 16 seconds. Calculate the power of the motor of the conveyor belt. അപ്പോൾ ഈ കൺവെയർ ബെൽറ്റ് ഉപയോഗിച്ചിട്ട് 50 കിലോഗ്രാം ഭാരമുള്ള 5 ചാക്ക് സിമെൻറ്റുകൾ 16 സെക്കൻഡ് സമയം കൊണ്ട് 8 മീറ്റർ ഉയരത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കൺവെയർ ബെൽറ്റിലെ മോട്ടറിൻ്റെ പവർ കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന വാല്യൂസ് നോക്കാം. മാസ് ഓഫ് 1 സിമെൻറ്റ് സാക്ക് ഇസ് ഈക്വൽ ടു 50 കിലോഗ്രാം. മാസ് ഓഫ് 5 സിമെൻറ്റ് സാക്ക് ഇസ് ഈക്വൽ ടു 5 × 50 ദാറ്റ് ഇസ് ഈക്വൽ ടു 250 കിലോഗ്രാം. നമുക്ക് W ഇസ് ഈക്വൽ ടു mgh ആണ് ഇക്വേഷൻ. ജിയുടെ വാല്യൂ 10 ആണ്, എച്ച് എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ W ഇസ് ഈക്വൽ ടു 250 × 10 × 8. ആൻസർ വരുന്നത് 20,000 ജൂളാണ് വരുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പവറാണ്. പവർ കാണുന്ന ഇക്വേഷൻ വർക്ക് ബൈ ടൈം ആണ്. വർക്ക് നമ്മൾ കണ്ടുപിടിച്ചു 20,000, ടൈം എന്ന് പറയുന്നത് 16 സെക്കൻഡ് ആണ്. അപ്പോൾ 20,000 / 16 ഇസ് ഈക്വൽ ടു 1250 വാട്ടായിരിക്കും ഇവിടെ പവർ വരുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യൻ, ബാബു ആൻഡ് രാജു ഹാവ് ബ്രോട്ട് ദ മെറ്റീരിയൽസ് ഫോർ ഹൗസ് കൺസ്ട്രക്ഷൻ ടു ദ ടോപ്പ് ഓഫ് എ 15 മീറ്റർ ടോൾ ബിൽഡിംഗ്. ദ ഡീറ്റെയിൽസ് ആർ ഗിവൺ ബിലോ. ബാബുവും രാജുവും കൂടിയിട്ട് വീട് പണിക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് എത്തിച്ചതിൻ്റെ വിവരങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. അതിൽ നിന്നും നമുക്ക് 1-2 ക്വസ്റ്റ്യനുകൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ഹൂ ഡിഡ് മോർ വർക്ക്. ഇവരിൽ ആരാണ് കൂടുതൽ വർക്ക് ചെയ്തിരിക്കുന്നതെന്ന്. ഇവിടെ ബാബു വെയിറ്റ് തന്നിട്ടുണ്ട് 600 ന്യൂട്ടൺ, രാജുവിൻ്റെ 400 ന്യൂട്ടൺ. ടൈം ടേക്കൺ ടു ലിഫ്റ്റ് ദ ലോഡ് ടു ദ ഹൈറ്റ്. ബാബുവിൻ്റെ 300 സെക്കൻഡും രാജുവിൻ്റെ 200 സെക്കൻഡും. അപ്പോൾ നമുക്ക് വർക്ക് കണ്ടുപിടിക്കാം. ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് ഇസ് ഈക്വൽ ടു 15 മീറ്റർ. ഇനി ബാബുവിൻ്റെ വർക്ക് നമുക്ക് നോക്കാം. അവിടെ വെയിറ്റ് തന്നിരിക്കുന്നത് 600 ന്യൂട്ടണും ടൈമും 300 സെക്കൻഡുമാണ്. വർക്കാണുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ F × S ആണ്. അപ്പോൾ നമുക്ക് 600 × 15 ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 9000 ജൂൾ. രാജുവിൻ്റെ വരുന്നത് 400 ന്യൂട്ടനാണ് വെയിറ്റ്, ടൈം 200 സെക്കൻഡ്. നമുക്കിവിടെ വർക്ക് ഇസ് ഈക്വൽ ടു 400 × 15 6000 ജൂൾ. അപ്പോൾ ഇവിടെ കൂടുതൽ വർക്ക് ചെയ്താരാ? ബാബു ആണ് കൂടുതൽ വർക്ക് ചെയ്തത്. ഇതിൽ ബി ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ബാബു ഹാസ് മോർ പവർ വിൽ യു എഗ്രി വിത്ത് ഇറ്റ്, എക്സ്പ്ലെയിൻ. ഇപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ബാബുവിനാണ് കൂടുതൽ പവർ എന്ന് പറഞ്ഞാൽ നിങ്ങളതിനോട് യോജിക്കുമോ? നിങ്ങളതിനോട് യോജിക്കുമോ? പവർ നമ്മൾ ചെയ്ത് നോക്കണം അല്ലേ, എന്നാലേ നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കിയിട്ട് പറയാം. അപ്പോൾ നമുക്ക് ബാബുവിൻ്റെ പവർ കണ്ടുപിടിക്കാം. പവർ കാണുന്ന ഇക്വേഷൻ വർക്ക് ബൈ ടൈം ആണ്. അപ്പോൾ വർക്ക് എന്ന് പറയുന്നത് ബാബുവിൻ്റെ കിട്ടിയത് നമുക്ക് 9000 ആണ് കിട്ടിയിരുന്നത്. അതേ ബൈ 300, ടൈം തന്നിട്ടുണ്ടായിരുന്നു 300. ദാറ്റ് ഈസ് ഈക്വൽ ടു 30 വാട്ടാണ്. ഇനി രാജുവിൻ്റെ എന്ന് പറയുന്നത് എങ്ങനെയാണ്? 6000 ആണ് നമുക്ക് കിട്ടിയത്. വർക്ക് ഡിവൈഡ് ബൈ 200 ദാറ്റ് ഈസ് ഈക്വൽ ടു 30 വാട്ട്. അപ്പോൾ ആരാണ് കൂടുതൽ? രണ്ടുപേരും കൂടുതലല്ല അല്ലേ, രണ്ടുപേരും സെയിം ആണ്. ബോത്ത് ഹാവ് ദി സെയിം പവർ. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഗ്രാഫ് ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ ബോഡി. ഒരു വസ്തുവിൻ്റെ ഫോഴ്സും അതേപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ഒരു ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദ ഗ്രാഫ് ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് എക്സർട്ടഡ് ഓൺ ദ ഒബ്ജക്റ്റ്. ഗ്രാഫിൽ നിന്നും വസ്തുവിൽ പ്രയോഗിച്ച ഫോഴ്സിൻ്റെ അളവ് എത്രയാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫോഴ്സിൻ്റെ ഭാഗത്ത് തന്നിരിക്കുന്നത് എത്രയാണ്? 6 ആണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഫോഴ്സ് എക്സർട്ടഡ് പറഞ്ഞിരിക്കുന്നത് 6 ആയിരിക്കും. ബി ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദ ഗ്രാഫ് ഫൈൻഡ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് കോസ്ഡ് ബൈ ദി അപ്ലൈഡ് ഫോഴ്സ്. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് മൂലം വസ്തുവിനുണ്ടായ പരമാവധി ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ അളവ് ഗ്രാഫിൽ നിന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അത് എത്രയാണ് വരുന്നത്? 0.4 ആണ് വരുന്നത്. ഗ്രാഫിൽ നിന്ന് ഈ വാല്യൂസ് കണ്ടെത്താൻ അറിയാമല്ലോ അല്ലേ. ഞാൻ നിങ്ങൾക്ക് അറിയാമെന്നുള്ളതിലാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയത്. ഇവിടെ എക്സ് ആക്സിസിൽ ഡിസ്പ്ലേസ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്, വൈ ആക്സിസിൽ ഫോഴ്സും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ 6 എന്ന് പറയുന്ന നമ്പറിൽ നിന്നാണ് ഒരു സ്ട്രേറ്റ് ലൈൻ വന്നിരിക്കുന്നത് അല്ലേ. അതുകൊണ്ട് വൈ ആക്സിസിലെ വാല്യൂ നമുക്ക് നോക്കുമ്പോൾ
ഫോഴ്സ് ആയതുകൊണ്ട് ആറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആ സ്ട്രേറ്റ് ലൈൻ. അതുകൊണ്ടാണ് ഫോഴ്സ് എക്സെർട്ടഡ് 6 ന്യൂട്ടനാണെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ അതിൽ നിന്നും തുടങ്ങി ആ സ്ട്രേറ്റ് ലൈൻ അവസാനിച്ചത് 0.4 എന്ന് പറയുന്ന വാല്യൂവിലാണ്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, ഡിസ്പ്ലേസ്മെൻറ്റ് മാക്സിമം വന്നത് 0.4 മീറ്ററിലാണെന്ന് പറഞ്ഞത് കേട്ടോ. സി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ മെത്തേഡ് ടു ഫൈൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് യൂസിങ് ഗ്രാഫ്? ഗ്രാഫ് ഉപയോഗിച്ചിട്ട് വർക്കിൻ്റെ അളവ് കണ്ടെത്താനുള്ള മാർഗം എന്താണെന്ന്. പിന്നെ ചോദിച്ചേക്കുന്നത് ഫൈൻഡ് ദ ഏരിയ അണ്ടർ ദ ഗ്രാഫ് ആൻഡ് ചെക്ക് വെദർ ഇറ്റ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ. അതായത് ഗ്രാഫിന് താഴെയുള്ള ഭാഗത്തിൻ്റെ ഏരിയ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വർക്കിൻ്റെ അളവിന് തുല്യമാണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ is equal to length into breadth, that is equal to 0.4 into 6 equal to 2.4. ഇനി വർക്ക് ഡൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഇൻറ്റു എസ് ആണ്. 0.4 into 6 is equal to 2.4 ജൂൾ. അപ്പോൾ രണ്ടും ഈക്വൽ ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി അല്ലേ. ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. നിങ്ങൾക്ക് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.